ഹലോ രാധേ രാധേ സുഖം എല്ലാവർക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് വെയിറ്റ് ചെയ്ത ഒരു ദിവസമാണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഇന്ന് നാത്തൂൻ്റെ കല്യാണമാണ്, ഹസ്ബൻഡിൻ്റെ സ്വന്തം സിസ്റ്റർ കല്യാണം. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ എല്ലാവരും മാറ്റി തയ്യാറായി ഇനി ഇറങ്ങാൻ നിൽക്കുകയാണ്. സംഭവം ഇപ്പോൾ കല്യാണത്തിലേക്കുള്ള മാറ്റങ്ങളല്ല കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ എന്താണ് കല്യാണം ഉള്ളോടത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് മാറ്റി റെഡിയായത് എല്ലാവരും. അപ്പോൾ ഇറങ്ങാൻ നിൽക്കാട്ടോ എല്ലാവരും. നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇറങ്ങണ മുമ്പേ കുറച്ചൊക്കെ ഇവിടുത്തെ സീനും കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാൻ വീടിൻ്റെ പുറത്താണ്. ഇതൊക്കെ ഇന്നലെ ഡെക്കറേറ്റ് ചെയ്തതിന്, അപ്പോൾ ഇതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ അകത്തുനിന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് പരിപാടികളൊക്കെ നടക്കണം കേട്ടോ. അപ്പോൾ അകത്തുനിന്ന് ബാബു മക്കളൊക്കെ തയ്യാറാണ്. എല്ലാവരും മാറിയായി, പാലില്ല, ഇവിടെ സാധനങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടോ. ഈ മായി പിന്നെ മട്ടറി കുറുമാളൊക്കെ ഉണ്ടാക്കിയതല്ലോ, ഇതൊക്കെ ഇതിലാണ് പാക്കാണ്. ഇതിൽ ആട്ട ഗോതമ്പ് പൊടി, പിന്നെ പരിപ്പ്, എന്താ കടലപ്പരിപ്പിൻ്റെ ചാക്കാട്ട ഫുള്ളും കൊടുക്കുന്ന അരിച്ചാക്കുണ്ട്, പിന്നെ ഗോതമ്പ് പൊടിൻ്റെ ചാക്കുണ്ട്. ഇതിലൊക്കെ പാത്രങ്ങളാണ് കേട്ടോ, മറ്റേ സിതായിൻ്റെ പാത്രങ്ങൾ. ഇതാ ഇത് കല്യാണപ്പെണ്ണിൻ്റെ സാധനങ്ങളാട്ടോ ഇതിൽ. പിന്നെ കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ ഉണ്ട്, വീട്ടിൽ തന്നെ കൊടുത്തതാണ്. അങ്ങനെ സാധനങ്ങളൊക്കെ പാക്കായിട്ടോ. പിന്നെ അവിടെ ആ കാണുന്ന പാത്രങ്ങൾ കേട്ടോ, അതൊക്കെ കൊടുക്കാനുള്ളതാണ്. പിന്നെ ഇവിടെ ഗസ്റ്റൊക്കെ വന്നിട്ട് സോറി, ഇതൊക്കെ എന്താണ് അച്ഛൻ്റെ പെങ്ങന്മാരാട്ടോ. ഇവര് നമ്മുടെ അമ്മമ്മ ഉണ്ടോ. मिल गए आपकी ये? धुल दिए, धुले है ഇവര് റിലേറ്റീവ്സ് ആണ് കേട്ടോ. ഫോട്ടോ കിട്ടണേ നല്ല തിരക്ക് കേട്ടോ. ഓരോരുത്തർ നമ്മൾ സ്പേസ് ഇല്ല അങ്ങോട്ടേക്ക് പോകാനൊന്നും. അപ്പോൾ അത്രയ്ക്കും ആൾക്കാരാണ് ഉള്ളില്, ഒക്കെ റിലേറ്റീവ്സ് ആണ് കേട്ടോ. അപ്പൊ ഇനി ഇപ്പുറത്ത് കാണിച്ചു തരാം. ഈ പണിക്ക് വന്ന ഓരോ ലാസ്റ്റ് ഡേ ആണ്. ഇന്നൊരു ഇപ്പോൾ പോയി എല്ലാവരും ഇറങ്ങുമ്പോൾ ഓരോ ഇറങ്ങും കേട്ടോ. പിന്നെ ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി. ഫുഡ് രാവിലത്തേക്ക് പാക്കാട്ടോ, ടിഫിൻ പാക്ക് ചെയ്ത് എല്ലാവർക്കും വേണ്ടി. അതിവിടെ ഇതാട്ടോ ഓരോരുത്തർക്ക് സംഭവം ഓരോ പാക്ക് കൊടുക്കും കേട്ടോ. വിശക്കുമ്പോൾ അപ്പം എല്ലാവരും വണ്ടിയിൽ നിന്ന് തന്നെ കഴിച്ച് പിന്നെ വേസ്റ്റ് ഒഴിവാക്കും. പാത്രങ്ങളൊക്കെ കഴുകി ഒക്കെ കഴിഞ്ഞു. ക്ലീനൊക്കെ ചെയ്ത് കുറച്ച് ഫുഡൊക്കെ വേസ്റ്റ് ആയിട്ടോ. എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണ്, ഇനി ഇറങ്ങാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വേറെ വണ്ടിയിലാട്ടോ പോണേ. ഞാനും പിന്നെ നാത്തൂന് പിന്നെ ഹസ്ബൻഡൊക്കെ വേറെ വണ്ടിയിലാണ്, ബാക്കിയുള്ളവരൊക്കെ ബസ്സിലാട്ടോ. അപ്പോൾ ഇനി എന്താ പറയുക, പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇനി പോവാൻ നേരത്ത് കാണാം കേട്ടോ. സാധനങ്ങളൊക്കെ ഒക്കെ നമ്മൾ പാക്കായി, ഇനി പാക്ക് ചെയ്യാനൊന്നുമില്ല. ഇവിടെ എല്ലാവരും തയ്യാറാവാം കേട്ടോ. ഹലോ ये तुम्हारा कैसे वीडियो बना दो, ये तुम्हारा कैसे वो कबाड़ी इंसान लगी बे नहाए बगैर नहाए तो मतलब ही नहीं नहाने। भाई तो कनेक्शन नहीं आएगा यार भाई। ये और कहाँ ले होगा ये बता दो जो डिब्बी में जाएगा तभी। हाँ ഞങ്ങൾ കാറിലാട്ടോ പോണേ. ഇനി ഞങ്ങൾ പോവാൻ നിൽക്കാട്ടോ. जाओ बुला रहे थे। चलो तब लोग मिलते हैं। बाय नैन्सी दीदी। नैन्सी दीदी बाय। आया दीदी। आ जा। हाँ ना चाहते। होना। खत्म है। होना बेटा होना सब।
ഇത് കൊണ്ടുപോകുന്നത് പലഹാരങ്ങളാണ് കേട്ടോ. കല്യാൺ ചെക്കൻ്റെ വീട്ടിലേക്ക് കൊടുത്തയക്കാനുള്ള പലഹാരങ്ങളാണ് കേട്ടോ ഇതൊക്കെ. ഈ പലഹാരങ്ങൾ അമ്പലത്തിൽ വെക്കും കേട്ടോ. ഈ പലഹാരം വെച്ചിട്ട് കല്യാണ പെണ്ണിനെ ഊതിയിട്ടാണ് സംഭവം. നെഗറ്റിവിറ്റി ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യൽ കേട്ടോ. എന്നിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി വെക്കും. ഈ പലഹാരങ്ങൾ ആദ്യം മാറ്റി വെച്ചിരുന്നു കേട്ടോ ഓരോന്ന്. സംഭവം ഇങ്ങനെ വഴിയിലൊക്കെ അമ്പലം വരുമ്പോൾ അങ്ങനെ എല്ലായിടത്തും ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് ഇത് അമ്പലത്തിലിട്ട് ഇനി വേറെ 2-3 സ്ഥലത്ത് ഇങ്ങനെ ഇടണം കേട്ടോ. 2-3 പ്രാവശ്യം ഇടണം. زيد عليها شوي عندي بيزة يجي الجيتار اللي نلعب تصيده مسويني بكتان هيبة هيا سوي رقصة بياض يبلي واحد كرك يلا بياض طق سيارة بوليس يلا يلا سوي رقصة ثانية رقصة البطل ولا سرعة في ماي عندي خوش أصلا يا أخي فوز والله خوش رقصة يا أخي فوز عندي خوش أصلا يا أخي فوز والله خوش رقصة حلو حلو زين مكانه حلو ما له حلو سوي رقصة المارشميلو ربعنا انتو كله كامل حلو عبوني يا ولدنا احنا شايلين 7 പ്രാവശ്യം കേട്ടോ ഇങ്ങനെ ചെയ്യാം. 7 പ്രാവശ്യം तुम देखना नहीं उधर को गाड़ी मैडम नैन्सी अकेले करने हैं बस हम देख जाते हैं അങ്ങനെ ഇത് എന്താ പറയുക നെഗറ്റിവിറ്റി കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പുറത്ത് കണ്ടത് ഇതിന് കേട്ടോ പുഴയിൽ കോയിൻ ഇട്ടതാട്ടോ. ഹസ്ബൻഡ് നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ കാറിലിരുന്നിട്ട്. അങ്ങനെ ഞങ്ങളിവിടെ മാരേജ് ഹാളിൽ എത്തിയിട്ടോ. അപ്പോൾ എന്താ പറയുക, ഇനി ഉള്ളിൽ കയറാൻ പോവാണ്. എന്താണ് ഹസ്ബൻഡ് ഓരോക്കെ കയറിയിട്ടോ ആദ്യം. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്താണ് ഇപ്പോൾ നല്ല സൈലൻ്റ് ആണ്, അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ വീഡിയോ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ഫ്രണ്ടിൽ തന്നെ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഉള്ളിൽ കയറിയിട്ട് കാണിച്ചറാം എങ്ങനെ ഇവിടുത്തെ സിസ്റ്റം. ഞാൻ കണ്ടിട്ടില്ല, അപ്പോൾ നമുക്ക് കൂടെ കാണാം കേട്ടോ. നമ്മൾ കയറുമ്പോൾ തന്നെ ഫുഡിൻ്റെ പ്രോഗ്രാം ആട്ടോ ഇവിടെ. ഒക്കെ ഫുഡിൻ്റെതാണ് കേട്ടോ ഇവിടെ. ഇതാട്ടോ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ഇവിടെ കറി, പിന്നെ ഇവിടെ എന്താണ് ഇവിടെ എന്താണെന്ന് അറിയില്ല കേട്ടോ. എന്തൊക്കെയാ ഡിഷസ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. പൂരി ഉണ്ട്, പിന്നെ അവിടെ മിക്സ് വെജ് കറിയാ തോന്നുന്നുണ്ട് കേട്ടോ. വെജ് കറി ഉണ്ടാക്കാണേ. പിന്നെ ഇതിൽ പരിപ്പാണ് കേട്ടോ. ഇതിൽ പരിപ്പാണേ. ആ ഇവിടെ എല്ലാരും ഇതാ പണി ചെയ്യാട്ടോ ചേച്ചിമാരൊക്കെ. ഓരോരുത്തര് പണി ചെയ്തോണ്ടിരിക്കാണ്. ഇവിടെ തക്കാളി ട്ടോ ഗ്രൈൻഡ് ചെയ്യാണേ. अच्छा ഇഞ്ചി തക്കാളി കേട്ടോ.
बड़ी देर लोड़ा लगा दी खुशहाल ज्यादा लोड़ा पानी नहीं पियो ഈ റൂമാണ് കേട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. ഇത് മാരേജ് ഹാളിൻ്റെ ഒരു റൂമാണ് കേട്ടോ. ഇവിടെ ഇരിക്കുന്ന ചേച്ചി കല്യാണപ്പെണ്ണിൻ്റെ നാത്തൂനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ഞാനും നാത്തൂനും പെട്ടെന്ന് പാർലറിലേക്ക് പോയിട്ട് നേരം വൈകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ കുട്ടികളെ ഹസ്ബൻഡ് കേട്ടോ നോക്കിയത്. അങ്ങനെ നാത്തൂൻ റെഡി ആയിട്ടോ. നല്ല എക്സ്പെൻസീവ് പാർലറാണ്, അതിനനുസരിച്ച് മാറ്റി തന്നിട്ടുണ്ട് കേട്ടോ. ഈ മേക്കപ്പ് ചെയ്തതിൻ്റെ ചാർജസ് 15,000 ആണ് കേട്ടോ. ടോട്ടൽ മേക്കപ്പ് മാത്രം കേട്ടോ ഇവർ ചെയ്ത് തരാം. 2 ആൾക്ക് കൂടിയുള്ള ചാർജസ് ആണ് കേട്ടോ 15,000. അപ്പോൾ അതിൽ ഞാനും കൂടി ആഡാണ് കേട്ടോ. അപ്പോൾ എനിക്ക് 2000 സംതിങ് എടുത്തിട്ടുള്ളൂ മേക്കപ്പിൻ്റെ. പിന്നെ നാത്തൂനാണ് ബാക്കിയുള്ള ചാർജസ് കേട്ടോ. മേക്കപ്പിൻ്റെ സാധനങ്ങളൊന്നും കൊടുക്കണ്ട, അതൊക്കെ ഓര് ചെയ്ത് തരും. പിന്നെ ജ്വല്ലറി ഒക്കെ വേറെ പാർലറിനാണ് കേട്ടോ ബുക്ക് ചെയ്തത്. ജ്വല്ലറി ഇത് ആർട്ടിഫിഷ്യൽ ജ്വല്ലറിയാണ് കേട്ടോ. പിന്നെ ലെഹങ്ക കല്യാണച്ചക്കൻ്റെ വീട്ടിൽ നിന്ന് വന്ന ലെഹങ്കയാണ്. ബാക്കി പിന്നെ മേക്കപ്പിൻ്റെ എല്ലാ സാധനങ്ങളൊക്കെ ഈ പാർലറിനാണ് കേട്ടോ തന്നത്. ഈ ജ്വല്ലറി വേറെ പാർലറിനാണ് കേട്ടോ ബുക്ക് ചെയ്തത്. സംഭവം ഇവിടെ അത്ര നല്ലതൊന്നും ഇല്ലേന്ന്, അപ്പോൾ അങ്ങനെ വേറെ പാർലറിൽ നിന്ന് ബുക്ക് ചെയ്ത്. പിന്നെ ഇത് 24 മണിക്കൂറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ബുക്കഡ് ചെയ്തത്. ഇത് ഇനി കല്യാണം കഴിഞ്ഞാൽ പിന്നെ റിട്ടേൺ കൊടുക്കും കേട്ടോ. അങ്ങനെ ഞാൻ മാറ്റി കഴിഞ്ഞു കേട്ടോ. പിന്നെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റിയത് കേട്ടോ. പിന്നെ ഇത്ര ഹെവി ലെഹങ്ക ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇട്ടത്. സംഭവം ഈ ഡേ എന്നെ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ എനിക്ക് വേണ്ടി വന്നത്. പാർലറിലത്തെ ചേച്ചി പറഞ്ഞ കുറച്ച് പോസ്റ്റസ് ഒക്കെ ചെയ്യാൻ കേട്ടോ. അപ്പം അങ്ങനെ ഓരോ പോസ്റ്റസ് ഒക്കെ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. രാത്രി ആയിട്ടോ. കല്യാണച്ചക്കൻ ഇപ്പോൾ എത്തിയിട്ടില്ല. കല്യാണച്ചക്കൻ എത്തിയാലാണ് പരിപാടിയൊക്കെ തുടങ്ങുക. വലിയ ഹെൽപ്പാണ് കേട്ടോ അത്. ഉള്ളില് ഒരു ലുക്ക് കാണിച്ചതാ എങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. चलो अरे सुनो भाई ആദ്യം തന്നെ കോഫിയാണ് കേട്ടോ. ഇവിടെ ഫുഡ് കാണിച്ചു കേട്ടോ എന്തൊക്കെയാണ്. സ്റ്റാർട്ടിങ് തന്നെ കോഫിയാണ് കേട്ടോ. പിന്നെ ये क्या है? ये दही बड़े हैं। अच्छा ये दही बड़े और और ये क्या है? കരേലേ. ഇത് കരേല കേട്ടോ. കരേല പിന്നെ ദൈവടയുടെ ചട്നിയാണ് ഇതൊക്കെ. പിന്നെ ഇപ്പുറത്തെ നാനാണ് കേട്ടോ. നമ്മൾ തന്തൂരി റൊട്ടി പോലെ തന്നെയാണ്. ബേസൻ കീ കടലപ്പൊടി കൊണ്ടാട്ടോ ഉണ്ടാക്കാത്. കടലമാവ് വെച്ചിട്ട്. പിന്നെ നാൻ എന്നാട്ടോ പറയാ. മുട്ടൻ്റെ കറിയാട്ടോ. പിന്നെ ഇത് പനീർ. ഇത് ഫ്രൂട്ട് റൈത്തയാണ് കേട്ടോ. എന്നത് തൈര് മധുരമൊക്കെ ആക്കിയിട്ട് ഫ്രൂട്ട്സൊക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയതാട്ടോ ഫ്രൂട്ട് റൈത്ത. പിന്നെ ഇത് പൂരി റൈസ്. പിന്നെ പാമ്പ്ലെറ്റ് മിക്സ് വെജ് കറി. പിന്നെ പൊട്ടാറ്റോ കറി പരിപ്പ് വരവ് ഇടാട്ടോ. സെയിം സാധനമല്ലോ. പാപ്പുളി കടല പിന്നെ പനീർ പൂരി പപ്പടം കല്യാണച്ചക്കൻ എത്തിയിട്ടോ. മാരേജ് ഹാളിൻ്റെ പുറത്താണ്. കുറച്ച് ഡാൻസും പരിപാടിയൊക്കെ ഉണ്ടാവും. പിന്നെ അകത്തേക്ക് കയറും കേട്ടോ കല്യാണച്ചക്കന്. അതിൻ്റെ ശേഷമാണ് കല്യാണത്തിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങുക. ഇവരൊക്കെ കല്യാണച്ചക്കൻ്റെ ഭാഗത്തുനിന്ന് വന്നവരൊക്കെ ആട്ടോ. जब तक तोड़ेंगे नहीं तब तक छोड़ेंगे. बहुत लंबा दंगल चलेगा रे तो यार है इक्का.
അങ്ങനെ കല്യാണച്ചെക്കൻ എത്തിയിട്ടോ. കല്യാണം പെണ്ണിൻ്റെ വീട്ടുകാരാണ് കേട്ടോ കല്യാണച്ചെക്കനെ നല്ല റെസ്പെക്റ്റോടെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ അങ്ങനെ അച്ഛനും പിന്നെ ഹസ്ബൻഡ് എല്ലാവരും കൂടി കല്യാണച്ചെക്കനെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരാം കേട്ടോ. മരുമോനൊക്കെ ആണെങ്കിൽ ഇവിടെ ദൈവത്തിനെ പോലെ ആട്ടോ പൂജിക്കുക. സംഭവം ശരിക്കും നമ്മൾ ദൈവത്തിനെ എങ്ങനെയാണ് പൂജ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് മരുമോനെ പൂജ ചെയ്യുക. സംഭവം വിളക്കൊക്കെ കത്തിച്ച് പിന്നെ പൂവിൻ്റെ മാലൊക്കെ ഇട്ട് കൊടുക്കുക, ചന്ദനം തൊട്ട് കൊടുക്കുക. ശരിക്കും ഇവിടെ മരുമോന് ഒരു ദൈവത്തിൻ്റെ രൂപമാണ് കേട്ടോ മരുമോനെ കാണുക. यहाँ देखो भैया, यहाँ देखो सामने, यहाँ ये एक मिनट बढ़िया देखिए, यहाँ सामने देखिए. ഇപ്പോൾ ചെക്കന് അക്ഷത്തിടാൻ പോവാണ് കേട്ടോ. കയ്യിലുള്ളത് അരിയാണ്, അരിയും മഞ്ഞളും കേട്ടോ. അപ്പോൾ ഇത് അക്ഷത് ഇടുമ്പോൾ അന്നേരം കാണാം കേട്ടോ. കയ്യിലുള്ള അരിയും മഞ്ഞളും ഇത് രണ്ടും കൂടി ചെക്കൻ്റെ തലയിലേക്ക് എറിയും കേട്ടോ. ഇപ്പോൾ നടക്കാൻ പോണ പരിപാടി ജയമാല എന്നാട്ടോ പറയാ. സംഭവം മറ്റേ വരമാല ഇടൂലേ, ഈ പൂവിൻ്റെ മാല ഇടൂല, അതിനാണ് കേട്ടോ ജയമാല പറയാ. അപ്പോൾ അത് എന്താ പറയാ, ഒരു 4 ഭാഗത്ത് പിടിക്കുന്ന ഒരു കുട ഉണ്ടാവും കേട്ടോ. ആ 4 ഭാഗത്ത് 4 ബ്രദേഴ്സ് ഉണ്ടാവും. എന്നിട്ട് എന്താണ് കല്യാണപ്പെണ്ണിൻ്റെ കൂടെ സംഭവം ആ കുട പിടിച്ചിട്ട് ഇങ്ങനെ നടക്കും കേട്ടോ. അങ്ങനത്തെ ഒരു ചടങ്ങാണ് ജയമാല എന്നാട്ടോ ഇതിന് പറയാ. അപ്പോൾ ഈ പരിപാടി ഇപ്പോൾ നടക്കാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ എങ്ങനെയാണ് ജയമാല നടക്കാട്ടോ. आगे चलिए भैया, थोड़ा और आगे चलो ना। और कितना आगे चलूं मैं, उधर चला जाऊं? उतनी देर में अब ऐसे करो फिर ऐसे करो फिर ऐसे करो। नो आगे चलो जल्दी स्पीड में। सीधा करो सीधा. അച്ഛൻ ഇവിടെ ഡാൻസ് കളിക്കുന്നതിൽ ബിസിയാണ് കേട്ടോ. അച്ഛൻ്റെ ഈ ഡാൻസ് നല്ല ഫേമസ് ആണ്. എവിടെ പോയാലും ഈ ഡാൻസ് എന്തായാലും കളിക്കും കേട്ടോ. ഇത് അച്ഛൻ്റെ ഫേവറേറ്റ് ഡാൻസാണ്. लहंगा पकड़ो। चलो चलो आगे चलो। चला चला
अभी पूछ लो डाले किसी ने उठाया जाता है नहीं जो थोड़े थोड़े डाल ജയമാല കഴിഞ്ഞിട്ടോ. ഇനി എല്ലാവരും ഫോട്ടോ എടുക്കാം കേട്ടോ, ഗ്രൂപ്പ് ഫോട്ടോ ആൽബത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇന്നത്തെ ഈ വീഡിയോ കഴിഞ്ഞ്, പിന്നെ പരിപാടികൾ ഇനിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അടുത്ത എന്താ ചടങ്ങ് എന്താ പരിപാടി അതൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യണം കേട്ടോ. പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും തരണം കേട്ടോ. നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ കല്യാണത്തിൻ്റെ ഓരോ ചടങ്ങുകളൊക്കെ കണ്ടിട്ട് എന്താ തോന്നുന്നത് എന്തായാലും ഫീഡ്ബാക്കിൽ പറയണം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നല്ലതുപോലെ നിൽക്കട്ടെ. എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്, സ്വീറ്റ്. അങ്ങനെ അച്ഛനും അമ്മയും ദൈവത്തിൻ്റെ കാല് തൊടാൻ കേട്ടോ. ദൈവം പിന്നെ ദേവി, അങ്ങനെ മോള് ദേവി പിന്നെ മരുമോൻ ദൈവം. भैया आइस क्लोज हो रहा है तो भैया ही गौरव हो गया सबसे ज़्यादा भैया